നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നാൽ ഞാൻ എന്നാൽ നിന്റെ സത്യത്തിൽ നടക്കും. ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കും. ഏകാഗ്രമാക്കണമേ. എന്റെ ദൈവമായ എൻ്റെ കർത്താവേ, ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ പൂർണ്ണ സ്തുതിക്കും. ഹൃദയത്തോടെ നിന്റെ നിന്നെ നാമത്തെ സ്തുതിക്കും. എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള നിന്റെ ദയ എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. വലിയതല്ലോ. നീ നീ എൻ്റെ എന്റെ പ്രാണനെ പ്രാണനെ അധോപാതാളത്തിൽ അധോപാതാളത്തിൽ നിന്ന് നിന്ന് രക്ഷിച്ചിരിക്കുന്നു. രക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു. പൗരന്മാരുടെ പൗരന്മാരുടെ കൂട്ടം കൂട്ടം എനിക്ക് എനിക്ക് പ്രാണഹാനി പ്രാണഹാനി വരുത്തുവാൻ വരുത്തുവാൻ നോക്കുന്നു. നോക്കുന്നു. അവർ അവർ നിന്നെ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല. ലക്ഷ്യമാക്കുന്നതുമില്ല. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുള്ളവനും തന്നെ. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണം. നിന്റെ ദാസനൊരു ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ടൊരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ ആയിരിക്കുന്നുവല്ലോ. ദൈവമേ, ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ശക്തിയും ബലവും മനസ്സൊരുക്കവും തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട വിടുതൽ കർത്താവ് സ്വർഗ്ഗത്തുനിന്ന് കൽപ്പിച്ചു തരുമാറാകണം. അനുഗ്രഹിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇരിക്കുക. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കൃപയാൽ ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കും പ്രകാരം ഒരു മനുഷ്യന്റെ ആരാധന എപ്പോഴാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് ആരാധന ആരംഭിക്കുന്നത്, അതിനെ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് ശമര്യക്കാരത്തെ സ്ത്രീയോട് പറഞ്ഞപ്പോൾ പറയുകയാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. അറിയാത്തതിനെ ആരാധിക്കുന്നവർ അറിയുന്നതിനെ ആരാധിക്കുന്നു. ഒന്നാമത് തന്നെ ആരാധനയ്ക്ക് വേണ്ടി ഒരാള് വരുമ്പോൾ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധിക്കാൻ പോകുന്നു. ആരെ ആരാധിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം അവനുണ്ടായിരിക്കണം. അതില്ല എങ്കിൽ ഒരു പക്ഷേ യാഗം നല്ലതായിരിക്കും, പക്ഷേ യാഗത്തിൽ എന്നതുപോലെ അവനിലും പ്രസാദിക്കേണ്ടതാ, അത് നടക്കില്ല. അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അവൻ പ്രാപിക്കേണ്ടത് തന്നിൽ പ്രസാദിക്കാൻ തക്കവണ്ണം താൻ ആരെ ആരാധിക്കുന്നുവെന്ന് അറിയണം. അതുകൊണ്ട് മനുഷ്യൻ ആരാധനയ്ക്ക് എല്ലാവരും വരുന്നു, ഞാനും വരുന്നു. ആരാധനയ്ക്ക് ഇന്ന് പാട്ട് പാടുന്നു, ഞാനും പാടുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത് ആരെന്നുള്ള ചോദ്യത്തിന് മറുപടി ഇതാണ്: എത്ര പേര് ദൈവത്തെ അറിഞ്ഞവരുണ്ട്? അതിൽ എത്ര പേര് ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം ദൈവം ആരെന്ന് മനസ്സിലാക്കിയവരുണ്ട് എന്നുള്ളതാണ് അവിടെ ഉദിക്കുന്ന ചോദ്യം. ഏലി പുരോഹിതന് ശേഷം ശമൂവേൽ പ്രവാചകനായി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് തിരഞ്ഞെടുത്തതാണ്. ശമൂവേലിന്റെ അമ്മ ഹന്ന കുഞ്ഞുമായി ആലയത്തിലേക്ക് വന്നു. ഹന്ന പ്രാർത്ഥിച്ച് മേടിച്ചതാണ്. ഏലി പുരോഹിതനോട് വന്നിട്ട് പറഞ്ഞു, യജമാനെ, ചില നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് സമർപ്പിച്ച ഒരു വിഷയമാണ്.
അന്ന് ഉണ്ടായ സംഭവം ഒക്കെയും അറിയാം. അവൾ മദ്യപിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞത്. അവള് സങ്കടപ്പെട്ട് ഞാനൊരു നീച സ്ത്രീയായിട്ട് വിചാരിക്കില്ലേ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന നിമിത്തമാകുന്നു ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഉടനെ ഏലി പുരോഹിതൻ അനുഗ്രഹിച്ചതും ഈ കാര്യങ്ങളെല്ലാം മുൻപ് നടന്നതാണ്. അത് ഓർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അങ്ങനെ നിന്ന ഒരു സ്ത്രീയാണ് ഇന്ന് എനിക്ക് ദൈവം തന്ന ആ കുഞ്ഞുമായി ആരാധിക്കാനായിട്ട് സമർപ്പിക്കാനായിട്ട് വന്നിരിക്കുക. അവിടെ ഹന്ന ഭർത്താവിനോട് കൂടി കുടുംബത്തോടു കൂടി ആരാധിച്ചു. മാത്രമല്ല മറ്റെല്ലാറ്റിനേക്കാൾ ഉപരി സമർപ്പിച്ചു, ഭംഗിയായിട്ട് സമർപ്പിച്ചു, കടന്നുപോയി. ഇവിടെ അപ്പനായ ഏൽക്കാന ആരാധിച്ചു, അമ്മ ഹന്ന ആരാധിച്ചു, മകനെ ദൈവാലയത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. അവിടെ ഉദിക്കുന്ന ചോദ്യം, മകൻ ആരാധിച്ചിട്ടുണ്ടോ? മകൻ ആരാധിച്ചിട്ടുണ്ടോ? അവൻ ആരാധിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ദൈവം ആരെന്ന് അവനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മാതാപിതാക്കൾ കടന്നു വന്നു ആരാധിക്കുന്നു, അതിനോടൊപ്പം അങ്ങ് പോകുന്നതേ ഉള്ളൂ. അതായത് ആരാധിക്കുന്ന എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏൽക്കാനയും ഹന്നയെന്നേ ഉള്ളൂ. ശമൂവേലൊന്നും പറയാറായിട്ടില്ല. അങ്ങനെ ചില ദിവസങ്ങളങ്ങ് പോയി. ഏലി പുരോഹിതനെ വിട്ടു ദൈവം പ്രവാചകനായ ശമൂവേലിൽ എന്ന ബാലനിലേക്ക് തിരിഞ്ഞു. രാത്രികാലം കർത്താവ് ശമൂവേലിനെ വിളിച്ചു. ശമൂവേലേ. ശബ്ദം കേട്ടപ്പോ ഉടനെ തന്നെ ഏലി പുരോഹിതനായിരിക്കും വിളിച്ചത് എന്ന് വിചാരിച്ച് ഓടി ഏലി പുരോഹിതന്റെ അടുക്കൽ ചെന്നു. ഇതാ അടിയൻ, എന്നെ വിളിച്ചല്ലോ. പുരോഹിതൻ പറഞ്ഞു, ഞാൻ വിളിച്ചില്ല മോനെ, പോയി കിടന്നുറങ്ങിക്കോ, തോന്നിയതായിരിക്കും, പോയി കിടന്ന്, ഞാൻ വിളിച്ചില്ല. കുഞ്ഞു പോയി കിടന്ന് ഉറങ്ങി. വീണ്ടും ഒരു ശബ്ദം, ശമൂവേലെ. ഓടി അതിനോട് മറുപടി അറിയിരിക്കുന്നത്, ശബ്ദം കേട്ടു. അന്ന് വരെ ശമൂവേൽ യഹോവയെ അറിഞ്ഞിരുന്നില്ല. ഓടി പുരോഹിതന്റെ അടുക്കൽ ചെന്നു. ഇതാ അടിയൻ, എന്നെ വിളിച്ചല്ലോ. ഞാൻ വിളിച്ചില്ല മോനെ, പോയി കിടന്നുറങ്ങിക്കോ. വീണ്ടും പോയി കിടന്നുറങ്ങി. മൂന്നാം വട്ടം ദൈവം വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. അപ്പോഴും ഓടി പുരോഹിതന്റെ അടുക്കൽ ചെന്നപ്പോൾ പുരോഹിതന് കാര്യം മനസ്സിലായി. കുഞ്ഞ് ഈ മൂന്നാം പ്രാവശ്യം വന്നിരിക്കുന്നത് ദൈവത്തിന്റെ വിളി കേട്ട് തന്നെയാണ്. ദൈവമാണ് വിളിച്ചതെന്ന് ക്ഷണത്തിൽ പുരോഹിതന് മനസ്സിലായി. കാരണം ആ അനുഭവത്തിൽ കൂടി കടന്നു വന്നവനാണ് ഏലി പുരോഹിതൻ. ഒരു നാളിൽ പെട്ടകം ഭരമേൽപ്പിച്ചതും തന്നെ സ്നേഹിച്ചതും വിലയേറിയ വാഗ്ദാനങ്ങൾ പറഞ്ഞതും നീ നിന്റെ സന്തതി എന്നേക്കും എൻ്റെ മുമ്പാകെ നിൽക്കുമെന്ന് പറഞ്ഞതും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഓർത്തു. ഒരു കാര്യം തീർച്ചയാക്കി, അന്ന് എനിക്കുണ്ടായ അനുഭവം ഒന്ന് ശമൂവേല് എന്ന ബാലൻ ഉണ്ടാകാൻ പോവുകയാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശമൂവേലും ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലായി പോവുകയാണ്. ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. ആരാധന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ഓടിച്ചെല്ലുമ്പോൾ നടക്കില്ല. നാമത്തെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ നാമത്തെ ഭയപ്പെടണം. നാമത്തെ ഭയപ്പെടണമെങ്കിൽ ഹൃദയത്തിന് ഏകാഗ്രത വേണം. അങ്ങനെ പല വ്യവസ്ഥകളാണ്.
പഴയ നിയമത്തിൽ നമ്മൾ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരാളാണ് ആര്? ശമൂവേൽ. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ശമൂവേലിന് ദൈവവിളി ഉണ്ടായെന്ന് ശമൂവേൽ അറിയുന്നതിന് മുമ്പ് പുരോഹിതൻ അറിഞ്ഞു. വിളി ഉണ്ടായത് ശമൂവേലിന്, മനസ്സിലാക്കിയത് പുരോഹിതൻ. ഉടനെ പുരോഹിതൻ ബാലനോട് പറഞ്ഞു, മകനെ നീ പോയി കിടന്നുറങ്ങിക്കോ. ഇനിയുണ്ടായാൽ, ഇനി ശമൂവേലെന്ന് വിളിച്ചാൽ നീ പറഞ്ഞാൽ മതി, ഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഞാൻ കേൾക്കുന്നുണ്ട് കർത്താവ്, പറ എന്ന് പറഞ്ഞോളണം. പോയി കിടന്നു. വീണ്ടും ഒരു ശബ്ദം, ശമൂവേലേ. ഉടനെ തന്നെ ശമൂവേൽ പറഞ്ഞു, ഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുണ്ട്. ദൈവത്തെ അറിയുന്ന ഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറയും ഈ ഘട്ടത്തിൽ എത്തണം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ജാഗരിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് തന്റെ ജനത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിനെക്കുറിച്ച് ദൈവ ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശത്തിൽ അവർ എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവിടെ മുതലാണ് ആരാധന തുടങ്ങുന്നത്. അവിടെ മുതലാണ് ദൈവത്തെ അറിയാൻ തുടങ്ങുന്നത്. സംഗതി ശരിയാ, ദൈവം ഉണ്ടെന്നറിയാം, യഹോവയാണ് ദൈവം എന്നറിയാം, അമ്മ സമർപ്പിച്ചിട്ടുണ്ടെന്നറിയാം, അമ്മയുടെ പ്രാർത്ഥന മുഖാന്തരം കിട്ടിയതെന്നറിയാം, ഇസ്രായേലിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഇതൊക്കെ അറിയാം. പക്ഷെ വ്യക്തിപരമായിട്ട് എന്തുണ്ട്? നിന്നോട് ചോദിച്ചാൽ എന്ത് പറയാനുണ്ട്? അങ്ങനെ ഇല്ലാത്തവൻ ആരാധിച്ചാൽ അത് പൂർണ്ണതയല്ല. പൂർണ്ണത വരണമെങ്കിൽ അവൻ അറിഞ്ഞിരിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയും. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയും. ഞാൻ ആരാധിക്കുന്നത് ആരെയാണെന്ന് ഞാൻ അറിയും. അറിയാത്തതിനെയല്ല ഞാൻ ആരാധിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇത് പരസ്പരം ഒരു അറിവാണ്. ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കും. പരസ്പരം അറിവാണ്. ഞാൻ ആരാണെന്ന് എൻ്റെ ദൈവം അറിയുന്നു, ദൈവം ആരാണെന്ന് ഞാനും അറിയുന്നു. ഈ രണ്ട് അറിവും കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം, ഈ മരുപ്രയാണം ധന്യമായി തീരുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ്. രണ്ടുപേരും പരസ്പരം അറിയും. ദൈവം മനുഷ്യനെ അറിയുന്നതിന് ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, മനുഷ്യനെ അറിയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മളിവിടെ വിവിധ പ്രായക്കാരായിട്ടിരിക്കുക. ഇവിടെ വന്ന് ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തിന്റെ പുസ്തകത്തിലായിരുന്നു. ഈ ലോകസ്ഥാപനത്തിൽ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്ത് പുസ്തകത്തിൽ എഴുതിയതാണ്. അപ്പോ ലോകസ്ഥാപനം മുമ്പേ നീ എന്നെ അറിഞ്ഞിരിക്കുക. ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ കർത്താവ് നമ്മെ അറിഞ്ഞു. കാരണം ഇതെല്ലാം അവന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. എന്നാൽ ലോകത്തിലേക്ക് വന്നതിന് ശേഷം, ഈ ലോകത്തിൽ ജനിച്ചതിന് ശേഷം അവനെ ദൈവം അറിയുന്നത്, വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുവന്റെ പ്രവൃത്തി നേരുള്ളതായി തീരുമോ എന്നറിയാം. കുഞ്ഞിലെ ആയിരിക്കുമ്പോൾ അവന്റെ സംസാരവും അവന്റെ പ്രവർത്തനങ്ങളും അത് കാണുമ്പോൾ അറിയാം. ഏത് പടുകൂറ്റൻ വൃക്ഷത്തിനും ഒരു
മുളയുടെ പ്രായമുണ്ട്. ഇത്രയും വലിയ വൃക്ഷമാകുന്ന ഒരു പ്ലാവ്, ചക്ക കായ്ക്കുന്ന പ്ലാവ്. ഇന്ന് അത് കാതലുള്ള തടിയായിട്ട് പിടിച്ചാൽ തമ്മിൽ കിട്ടാൻ പറ്റാത്ത നിലയിൽ അത്ര വലിയൊരു ഭയങ്കര വൃക്ഷമായിട്ട് നിൽക്കുക. എന്നാൽ അതിനുമുണ്ട് ചക്കക്കൊരു കുഴിച്ചിട്ട് മുള പൊട്ടി വരുന്ന ഒരു പ്രായം. ഇന്ന് ഈ ഇത്രയും വലിയ വൃക്ഷത്തിന്റെ രൂപം, സൂക്ഷ്മ രൂപം അതിനകത്തുണ്ട്. ഇതുപോലെയാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഒരു മനുഷ്യന്റെ സകല സ്വഭാവവും, ആ ഒരു മനുഷ്യന്റെ സകല സ്വഭാവവും ഉൾക്കൊള്ളുന്നൊരു പ്രായമുണ്ട്, ബാല്യപ്രായം. ആ ബാല്യപ്രായം എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം അതിലെ ആ ചേഷ്ടകൾ പ്രവർത്തികൾ കാണുമ്പോൾ അറിയാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇസ്രായേൽ ബാലനായിരിക്കുമ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. അപ്പൊ നമുക്ക് എന്നെ അറിയാൻ പ്രായമൊന്നും ആയില്ലല്ലോ, എന്നിൽ നിന്ന് അത്ര വലിയ പ്രവൃത്തിയൊന്നും വെളിപ്പെട്ട് വന്നിട്ടില്ലല്ലോ, ഞാനൊരു വലിയ കാര്യമൊന്നും കർത്താവിന് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയല്ല. അപ്പോസ്തലനായ പൗലോസ് പ്രായപൂർത്തിയായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന മഹാപ്രവൃത്തികളുടെ ഒരു സൂക്ഷ്മ രൂപം അവന്റെ ബാല്യകാലത്തിലുണ്ട്. മനുഷ്യർക്കത് കാണാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ ദൈവത്തിനത് കാണാം. ദൈവത്തിനതറിയാം. മോശ ജനിച്ചപ്പോൾ അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ ദിവ്യസുന്ദരനായിരുന്നു. കാരണം അവൻ നാളെ എന്ത് പ്രവർത്തിക്കും, എന്തായി തീരുമെന്നുള്ളതിന്റെ സൂക്ഷ്മ രൂപം അവന്റെ മുഖത്തുണ്ട്. അതാണ് വചനം പറയുന്നത്. ഇസ്രായേൽ ബാലനായിരിക്കുമ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ആർക്കും അറിയാൻ പാടില്ല അവന്റെ ആ പ്രവൃത്തി എവിടെന്നാ വന്നു. അതുകൊണ്ടാണ് അത് ദുഷ്ടനാണെങ്കിൽ അതും അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏലീശ പ്രവാചകൻ പോകുമ്പോൾ കുറച്ച് കുട്ടികൾ വന്ന് കർത്താവിന്റെ ദാസനെ ആക്ഷേപിച്ചു. ആക്ഷേപം കൂടിയപ്പോ കർത്താവിന്റെ ദാസന് പ്രകാരം പറഞ്ഞു, അവരെ കർത്താവിന്റെ നാമത്തിൽ അങ്ങ് ശപിച്ചു. ഉടനെ തന്നെ അതിൽ കുറെ കുട്ടികളെ പിടിച്ച് കരടികൾ കൊണ്ടുപോയി കീർക്കളഞ്ഞു, പിടിച്ചു. അപ്പോ അതിനകത്തൊരു നോഹയോ മോശയോ പൗലോസോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് സമ്മതിക്കോ? ഇല്ല, സമ്മതിക്കില്ല. ബാല്യത്തിലെ ക്രിയ എന്ന് പറഞ്ഞാൽ ബാല്യത്തിലെ സംസാരം, ബാല്യത്തിലെ ചിന്താഗതികൾ, ബാല്യത്തിലെ പ്രവർത്തനങ്ങൾ, ബാല്യത്തിലെ അനുഭവം, ഇതൊക്കെ കാണുമ്പോൾ അറിയാം. അവർ ബാല്യം മുതൽ തന്നെ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. ഇങ്ങനെയുള്ളവരെ ബാല്യം മുതൽ ശത്രു ഉപദ്രവിച്ചു. അവരുടെ വായില് ശിശുക്കളുടെ മുലകുടിക്കുന്നവരെ വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. അവരുടെ വായിലുണ്ട്. അവർ പ്രായമാകുമ്പോൾ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്നുള്ളത് അവരുടെ വായിലുണ്ട്. അവരുടെ പ്രവൃത്തിയിൽ അവരുടെ വായിലുണ്ട്. അവരുടെ പ്രവൃത്തിയിലുണ്ടത്, അവരുടെ ചിന്താഗതികളിൽ ഉണ്ടത്. ഇത് കണ്ട് സന്തോഷിക്കുന്നവനാണ് ദൈവം. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ആ കുഞ്ഞ് എന്തറിഞ്ഞിട്ടാ? ഏശാവ് ജ്യേഷ്ഠനായിട്ട് പുറത്തേക്ക് വന്നപ്പോ പുറകെ അടുത്ത ആളും വന്നു. അവന്റെ കൈ ജ്യേഷ്ഠന്റെ കുതികാല് പിടിച്ചിരുന്നു. നമുക്കത് കാണുമ്പോ ഒന്നുമില്ല. അമ്മ എന്ത് പറഞ്ഞു? വഴക്കുണ്ടാക്കാനാണ്. പിള്ളേരെ നോക്കിയിട്ട് അമ്മയ്ക്ക് അതേ പറയാൻ കഴിയുന്നുള്ളൂ. വെറുതെ വഴക്കുണ്ടാക്കാനായി. നീ ഛിദ്രം ഉണ്ടാക്കിയത് എന്താ? പക്ഷെ ദൈവം നോക്കുമ്പോ ഇത് പ്രായമായി തമ്മില് മത്സരം വന്ന് ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടി അവന്റെ ജീവിതം മാറ്റിവെച്ച്
ഒടുവിൽ അവൻ ഇസ്രായേലായി തീർന്ന് ദൈവത്തിനും മനുഷ്യർക്കും കുറ്റമറ്റ മനസാക്ഷിയുള്ളവനായി തീർന്ന് അവൻ നിർമ്മല മനസാക്ഷിയുള്ളവനായി തീർന്ന് അവനും അവൻ്റെ സന്തതിയും പരക്കുന്നതും സ്വർഗീയ യെരൂശലേം അവൻ അവകാശമാക്കുന്നതും അവനിൽ കൂടി സകല മാനവരാശിയെ അനുഗ്രഹിക്കപ്പെടുന്നതും രാജഭരണത്തിങ്കൽ അവനോട് കൂടി ചേർന്ന് യേശു ഭരിക്കുന്നതും ഇങ്ങനെ ഇങ്ങനെ വലിയൊരു കാഴ്ച അവൻ്റെ ഈ പ്രവൃത്തിയിൽ കാണുക. അമ്മയ്ക്ക് കണ്ടപ്പോൾ എന്ത് തോന്നി? കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരുത്തൻ മറ്റവൻ്റെ കാലെ പിടിച്ച് കുതികാലെ പിടിച്ചിരിക്കുന്നു. എന്തൊരുണ്ട്, കൈ എന്തൊരുണ്ട്, ചോര കുഞ്ഞാ, അവൻ്റെ കൈ പിടിച്ചിരിക്കുന്നു. വഴക്കുണ്ട. അമ്മയ്ക്ക് നോക്കിയപ്പോൾ നീ ചിത്രം ഉണ്ടാക്കിയതാണ്, വഴക്കുണ്ടാക്കരുത്, സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കരുത്, ഇതാ തോന്നിയത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവോ നാളത്തെ അനവധി ചരിത്രങ്ങൾ കണ്ടുകൊണ്ട് സന്തോഷിക്കുകയാണ്. ദൈവം അത്രമാത്രം. ഇസ്രായേൽ ബാലനായിരിക്കുമ്പോൾ ഞാൻ അതിനെ സ്നേഹിച്ചെന്നാണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരൊക്കെ ഇറങ്ങി വന്നു? ഏശാവ് ജ്യേഷ്ഠനായിട്ട് ഇറങ്ങി വന്നു. അവൻ ആദ്യം വന്നു, ഗുസ്തി പിടിച്ച് അവനാ ജയിച്ചത്. തൊട്ട് പുറകെ ജ്യേഷ്ഠന്റെ കുതികാല് പിടിച്ച് അനിയനും ഇറങ്ങി വന്നു. ദൈവം സന്തോഷിച്ച്. ആരിലും സന്തോഷിച്ചു? യാക്കോബിൽ സന്തോഷിച്ചു. മാത്രമല്ല എന്ത് ചെയ്തു? ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം ഇവൻ എനിക്കുള്ളവനാണ്, അവനാണ് അവകാശി. ഇന്ന് അവകാശിയായിട്ട് ഏശാവ് വന്നിട്ടുണ്ടെങ്കിലും നാളെ കാര്യങ്ങളെല്ലാം മറിഞ്ഞു വരും. അവകാശി ഇവനായിത്തീരും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളെ ഓർക്കുമ്പോൾ അത്രമാത്രം ആ കാര്യത്തിൽ ചിന്തയുണ്ട്. കാരണം അവരുടെ ചിന്താഗതി എന്താ, അവരുടെ വാക്കുകൾ എന്താ, അവരുടെ പ്രവൃത്തി എന്താ, അവരുടെ അനുഭവം എന്താ, അവരുടെ ചിന്താഗതി. മനുഷ്യന്റെ ചിന്താഗതിയിൽ ഒരു മനുഷ്യൻ ദുഷ്ടനാണോ നീതിമാനാണോ എന്ന് ആരംഭിക്കുന്ന എവിടെയാ? ദുഷ്ടൻ തൻ്റെ വിചാരങ്ങളെ വിട്ട് ഒഴിയട്ടെ. ദുഷ്ടതയും ദോഷവും ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്, വിചാരത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് തന്നെ പല ചിന്തകളാണ്. പല ചിന്തകൾ. എന്ത് ചെയ്യും, എന്തായിത്തീരും, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്ത് കാര്യം എന്ന ഒരൊറ്റ കാര്യം മതി. ദൈവം ശ്രദ്ധിച്ചു നോക്കുക. എവിടെയാ? ദൈവത്തിന് 7 കണ്ണുണ്ട്. സകല ഭൂമിയിലും ഊടാടി നടക്കുന്ന 7 കണ്ണുണ്ട്. ഇതിങ്ങനെ നടക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? തങ്ങൾ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി. ഇവൻ ഈ ചിന്തിക്കുന്ന ചിന്ത, ഈ കുഞ്ഞ് ഇത്ര ബാല്യത്തിൽ ഈ ചിന്തിക്കുന്ന ചിന്തയിൽ ദൈവഭയമുണ്ടോ എന്നിങ്ങനെ ഈ ലോകം മുഴുവനുമുള്ള മനുഷ്യരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നോക്കി ചെല്ലുമ്പോഴാണ് അയ്യോ ദേ അത്തിയുടെ ചോട്ടിൽ ഒരാളിരിക്കുക. തന്നെയുള്ളൂ, വേറെ ആരുമില്ല. അത്തിയുടെ ചോട്ടിൽ ഒരാളിരുന്നോണ്ട് ഇങ്ങനെ ചിന്തിക്കുക. ശ്രദ്ധിച്ചു നോക്കി. ഇഷ്ടപ്പെട്ടു ദൈവത്തിന്. കുറിച്ചിട്ടു. അടുത്ത ദിവസം മുഖാന്തരം ഒരുക്കി, ആളെ പറഞ്ഞു വിട്ടു. ഇതാ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നതിനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറത്തുകാരനാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? വന്ന് കാണാം. അപ്പോൾ തലേദിവസം അത്തിയുടെ കീഴിൽ ഒന്നിച്ച് തന്നെ ഇരുന്ന് ചിന്തിച്ചത് കർത്താവ് കണ്ടതാ. അവൻ വന്ന് കണ്ടപ്പോഴേ തന്നെ പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിലും വരുന്നു. നഥനയേൽ നിന്റെ അടുക്കൽ വരുന്നത് കണ്ട് യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിലും വരുന്നു. അവനിൽ കപടമില്ല. റബി, നീ എന്നെ എവിടെ വെച്ചറിയും?
നമ്മളെപ്പോഴും ഇന്നൊരു കണ്ടിട്ടില്ല. നീ എന്നെ അറിയോ? ഞാൻ നിന്നെ കണ്ടിട്ടില്ല. നിന്നെ നിന്റെ സഹോദരൻ വന്ന് വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഏത് മനുഷ്യന്റെയും ചിന്താഗതി വേറെ ഒന്നും വേണ്ട. ഞാൻ എങ്ങനെ ലോകം പിടിച്ചടക്കും, ഞാൻ എങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കും, ഞാൻ എങ്ങനെ ഒരു നല്ല പദവിയിൽ എത്തിച്ചേരും, എന്ത് കാര്യം. എന്നാൽ ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കും, ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തെ പിൻപറ്റും എന്ന് ഒരു ചിന്ത ദൈവഭയത്തിൻ്റെ ഉണ്ടെങ്കിൽ മതി. വേറൊന്നും വേണ്ട, വേറൊരു കാര്യവും വേണ്ട. അതിനാൽ എല്ലാം തികഞ്ഞു. കർത്താവ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം അറിഞ്ഞവൻ, ദൈവം കണ്ടവൻ ഇന്നുവരെയും ദൈവത്തെ കാണാതെ നടക്കുക. ദൈവം യേശു സ്നേഹിച്ചതാണ്. പക്ഷെ ഇന്നുവരെയും അവൻ യേശുവിനെ സ്നേഹിച്ചിട്ടില്ല. കാരണം യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിനെ അറിഞ്ഞിട്ടില്ല. ശമൂവേലിനെ വിളിച്ചതുപോലെ വിളിച്ചു കഴിഞ്ഞാൽ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ്. പുരോഹിതന്റെ അടുക്കിലേക്കാണ്. അവിടെ ചെന്ന് വിളിച്ചല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചില്ല അവനെ. ഇതിങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു നിർദ്ദേശം വന്നു, ചെല്ലുക, നീ ചെന്ന് ഇനി പറഞ്ഞാൽ യഹോവയെ അരുളി ചെയ്യണമെന്ന് പറയുക. മറുപടിയായി ദൈവത്തെ അറിയാൻ തുടങ്ങി. ഇനി പ്രവർത്തിക്കേണ്ടത് മനുഷ്യനല്ല. കാരണം ഒരു മനുഷ്യ ജീവിതത്തിൽ അത് നമ്മളെപ്പോഴും ഓർത്തുകൊള്ളണം. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു ജോലി കിട്ടി, ഉന്നത പദവിയുള്ള ജോലിയൊന്നും ഇല്ലാതെ നടന്നവനാണ്. അവന് അപ്പോയിൻമെന്റ് ആയത് കമ്പനിയിൽ അന്നത്തെ സമയത്ത് 45,000 രൂപ. എല്ലാവർക്കും ഒക്കെ 20, 22, 25 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 45,000 രൂപയ്ക്ക്, കാരണം അവന് വിദ്യാഭ്യാസമുള്ളതാണ്, ആ 45,000 രൂപയ്ക്ക് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് കിട്ടി, ജോലിയായി. അടുത്ത ദിവസം മുതൽ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നീ രാവിലെ മുതൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അരി മേടിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ എന്നാരെങ്കിലും ചോദിക്കുമോ? ഇല്ല. എല്ലാറ്റിൻ്റെയും അവൻ്റെ ഭൗതിക സകല കാര്യങ്ങളുടെയും പരിഹാരമായി. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തെ അറിഞ്ഞ് ആരാധന ആരംഭിക്കുക എന്നുള്ളത്. അവൻ പിന്നെ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് അവൻ ചിന്തിക്കണ്ട. അവന് വേണ്ടി കരുതുന്നവനും അവന് വേണ്ടി ചിന്തിക്കുന്നവനും ദൈവമാണ്. കാരണം ദൈവം അവനെ അറിഞ്ഞതാണ്, വിശേഷാൽ അവൻ ദൈവത്തെ അറിഞ്ഞു. ഈ രണ്ട് പേരും പരസ്പരം അറിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരു വഴിക്ക് പോകാൻ കഴിയുമോ? അതാ കർത്താവ് ചോദിച്ചിരിക്കുന്നത്. നമ്മളും കർത്താവുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ധാരണയുണ്ട്. കർത്താവുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ധാരണ എന്താ? രണ്ടുപേരും പോകുമ്പോഴത്തേക്കും വടക്കേന്ത്യക്ക് ടൂറിന് പോവാ, സിക്കിമിനൊക്കെ ടൂറിന് പോവാ. പോകുമ്പോഴത്തേക്കും രണ്ടുപേര് തമ്മിൽ ഒത്തിട്ട് പോവാം, നമുക്ക് രണ്ടുപേരും പോവാം. എടാ, എൻ്റെ നിനക്കറിയാലോ
നീ ഒന്നും അറിയണ്ട, പൈസ ഒക്കെ ഞാൻ എടുത്തോളാം, പൈസ ഞാൻ എടുത്തോളാം, വണ്ടി നീ ഓടിക്കണം. ഓടിച്ചോ, അതെന്തൊരു മണിക്കൂർ ഓടിച്ചോ. ഇങ്ങനെ രണ്ടുപേരും ഒത്തിട്ട് യാത്ര ചെയ്യുന്നത് പോലെ യാത്ര ചെയ്യാൻ പോവാ, ആരാധനയ്ക്ക് ആരാധിച്ച് മുമ്പോട്ട് പോകാൻ പോവാ. ഒരു കാര്യമുണ്ട്, നീ ചെയ്യേണ്ടതുണ്ട്, ഞാൻ ചെയ്യണം. നീ ചെയ്യേണ്ടത് എന്തൊക്കെയാ? ചെയ്യരുതാത്തത് എന്തൊക്കെയാ? ഭാരം വഹിക്കരുത്. ഈ യാത്രയ്ക്ക് പ്രശ്നമാകുന്ന കാര്യങ്ങളുണ്ട്. ഭാരം പാടില്ല. 2, പ്രതികാരം പാടില്ല. പ്രതികാരം ചെയ്യരുത്. 3, തന്നിഷ്ടം ചെയ്യരുത്. ആലോചന ചോദിച്ച് മറുപടി പ്രാപിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. 4, വിചാരപ്പെടരുത്. ഒരിക്കലും വിചാരപ്പെട്ട് കഴിഞ്ഞാൽ ഈ യാത്രയ്ക്ക് തടസ്സമുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞങ്ങ് തുടങ്ങുക. ഒരിക്കലും വിചാരപ്പെടരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് നീ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ആരാധിച്ച് ചെയ്യരുതാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോവുക. ഇനി അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മാവിനെ നൽകി, അവൻ തന്റെ ആത്മാവിനെ നൽകി, കൃപാവരങ്ങൾ തന്നു, വീര്യപ്രവർത്തികൾ തന്നു, മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ തമ്മിലൊരു ധാരണയായിട്ടാണ് പോകുന്നത്. ഏതെങ്കിലും കാരണത്തില് അരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കയറി എടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്ഥാനം എടുത്തുന്ന. അതാ യോസഫ് പറഞ്ഞത്. സഹോദരന്മാർ വന്ന് യോസഫിന് മുമ്പാകെ വീണ്, ഞങ്ങൾ നിനക്ക് ദാസന്മാരാണ്, ഞങ്ങൾ നിന്നോട് ചെയ്ത തെറ്റൊന്നും നീ ഓർക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ യോസഫ് പറയുകയാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? അപ്പോ ദൈവവും യോസേഫുമായിട്ട് ഒത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ പോകുന്ന പോക്കിൽ പറഞ്ഞിട്ടുള്ളത് കാരണം നീ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ദൈവം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, യോസഫ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ദൈവം ചെയ്യേണ്ടതാണ് പ്രതികാരം. ഒരിക്കലും യോസഫ് തീർക്കാൻ പാടില്ല. ദൈവം ചെയ്യേണ്ടതാണ് ഭാരം വഹിക്കുന്നത്. ദൈവം ചെയ്യേണ്ടതാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിനെ നീക്കിയിരിക്കും. ദൈവത്തിന്റെ ഇഷ്ടം. ഇത് കാര്യങ്ങൾ കയറിയെടുക്കാൻ പാടില്ല. അതുകൊണ്ട് പലരും പറയും വിധിക്കരുത്. കാരണം വിധിക്കുന്നത് ദൈവമാണ്. നീ ദൈവമാകരുത്. നീ സ്വന്തമായിട്ട് ഭാരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോളണം, നീ ആരുടെ സ്ഥാനം എടുക്കുക? ദൈവത്തിന്റെ സ്ഥാനം എടുക്കുക. സ്വന്തം കൈയാൽ പ്രതികാരം ചെയ്യാൻ പോവാ. എന്ത് സ്ഥാനം എടുക്കുക? ദൈവത്തിന്റെ സ്ഥാനം എടുക്കുക. തൻ്റെ ഉള്ളില് ദൈവത്തോട് ചോദിക്കാതെ ചില കാര്യങ്ങൾ തീരുമാനമൊക്കെ എടുക്കുക. എന്തെങ്കിലും തീരുമാനം ദൈവത്തിന്റെ സ്ഥാനം എടുക്കരുത്. കാരണം ദൈവത്തെ മാനിക്കുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം എടുത്തോളാം എന്ന് പറഞ്ഞേക്കണം. അത് അങ്ങോട്ട് കൊടുത്തേക്കുക. അതൊറ്റ കാര്യം ചെയ്യാണ്. നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യോസേഫ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഇത്രയേ ഉള്ളൂ. നീ ഇത്രയെല്ലാം കഷ്ടത അനുഭവിച്ചല്ലോ, ഉള്ളിൽ പ്രതികാരം വയ്ക്കരുത്, പക വയ്ക്കരുത്. രണ്ടാമത്തത്, പോത്തിഫറിന്റെ ഭവനത്തിലുണ്ടായിരുന്നപ്പോ പാപത്തെ വിട്ട് ഓടിക്കോളണം. പാപത്തിൽ അകപ്പെട്ടു പോകരുത്. പ്രതികാരം ചെയ്യരുത്. ഇങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ഒത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അന്നേരാ അവര് വന്ന് പറയുന്നേ, ഇപ്പൊ വാള് കയ്യിലുണ്ട്. ഇപ്പോ യോസഫിന്റെ കയ്യിൽ വാളുണ്ട്. ഒരൊറ്റ എണ്ണത്തിന് എല്ലാത്തിനെയും വെട്ടി ഇല്ലാതാക്കി കളയാൻ വാളുണ്ട് കയ്യിൽ. അയ്യോ, അത് ചെയ്യാൻ പാടില്ല. കാരണം അപ്പോ ഞാൻ ദൈവമായി, യോസഫ് ദൈവമായി. വിജയം അവിടെയാണ്. ഇന്ന് ദൈവവുമായിട്ട് ഒത്തൊരുമിച്ച് നമ്മൾ മുമ്പോട്ട് പോകാനാണോ യാത്ര?
ദൈവം ചെയ്യേണ്ടത് ചെയ്യട്ടെ, ഭാരം അവൻ വഹിക്കട്ടെ, പ്രതികാരം അവൻ ചെയ്യട്ടെ, വിധിക്കുന്ന അവൻ വിധിക്കട്ടെ, ഇഷ്ടം അവൻ്റെതാകട്ടെ, അവന് വിട്ടുകൊടുക്കും. ഒരിക്കലും പരാജയപ്പെടില്ല, ഒരിക്കലും. നമ്മുടെ ഉത്തരവാദിത്തം മാത്രം ഇത്രയേ ഉള്ളൂ, ഇത്രയും മാത്രമേ ഉള്ളൂ. പാപത്തെ വിട്ട് ഓടുക, പാപത്തെ വിട്ട് ഓടുക. പ്രതികാരം വെക്കരുത് ഉള്ളിൽ. ആരോടും നീരസമോ പ്രതികാരമോ പകയോ വെക്കണ്ട. വിചാരപ്പെടണ്ട, എന്ത് തിന്നും, എന്ത് കുടിക്കും, ഞാൻ എന്ത് ചെയ്യും. ഇല്ല, ഇതെല്ലാം പ്രശ്നങ്ങളാ. കുഴങ്ങിക്കിടക്കുക, വിഷയങ്ങൾ കുഴങ്ങിക്കിടക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ ഇഷ്ടം. ആദ്യം പറഞ്ഞതുപോലെ 45,000 രൂപ അന്നത്തെ കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ് കമ്പനിയിൽ ജോലി കിട്ടിയവൻ അരി മേടിക്കണം എങ്ങനെയാണെന്നുള്ളത് ചെന്ന് വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ ഒന്ന് ഓർത്തുകൊള്ളുക, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുന്നവൻ എങ്ങനെ ജീവിക്കും, എവിടെ എത്തും എന്നുള്ളത് അവൻ വ്യാകുലപ്പെടണ്ട. അവന് വേണ്ടി കരുതുന്നവൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ. വിചാരപ്പെടരുത്. നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴ കൂട്ടുവാൻ കഴിയുമോ? കഴിയില്ല. കുറയ്ക്കാൻ കഴിയും. ഇന്ന് ദൈവം മനുഷ്യനെ നോക്കുകയാണ്. എവിടെ? ഗർഭത്തിൽ ലോകസ്ഥാനത്ത് മുമ്പേ അറിഞ്ഞവൻ, ഗർഭത്തിൽ ഉരുവാക്കിയവൻ, ജനനത്തിങ്കൽ തന്നെ വേർതിരിച്ചവൻ, ബാല്യത്തിൽ ക്രിയ കണ്ട് സന്തോഷിച്ചവൻ, അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ കണ്ടവൻ, സമയത്ത് വിളിച്ച് സഭയിലേക്ക് കൊണ്ടുവന്നു. കർത്താവ് സ്തോത്രം. ഇനി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവൻ മനസ്സറിയണം. അവൻ ഇത്രയും കാര്യം ചെയ്തവൻ എന്ത് ചെയ്യണം? മനസ്സറിയണം. മനസ്സറിയണമെങ്കിൽ എന്ത് വേണം? ഒറ്റ കാര്യം മാത്രം. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെർമിഷന് വേണ്ടിയിട്ട് കളക്ടറുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അയാളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നു. ഒരു ചരിത്രമാണ്. കാരണം അയാളുടെ സകല ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ നിൽക്കുന്നത് ആ കുഞ്ഞില. ഇതുപോലെയാണ് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. ഈ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് നമ്മൾ കർത്താവിന്റെ അടുക്കൽ വന്നെങ്കിൽ ഇനി ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവൻ മനസ്സറിയണം. അവന്റെ മനസ്സറിയണമെങ്കിൽ മനസ്സ് എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കണം. അതാണ് വചനം പറയുന്നത്. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. അവൻ മനസ്സറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആരാധനയിൽ എന്ത് വേണം? ബുദ്ധി വേണം. ആരാധനയിൽ ബുദ്ധി വേണം. എന്താ ആരാധനയുടെ ബുദ്ധി? ബുദ്ധി എന്ന് പറഞ്ഞാൽ കാൽവരി അത് തന്നെ. മാനവരാശിയെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ, നാശത്തിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം ചെയ്ത ബുദ്ധിപൂർവമായ പ്രവൃത്തിയാണ് കാൽവരി. അത് ആരുടെയെല്ലാം ഹൃദയത്തിലുണ്ടോ അവനിൽ ദൈവം പ്രസാദിക്കുന്നു. അതിനെ ഓർത്ത് ആരെല്ലാം ആരാധിക്കുന്നുവോ അവരിൽ ദൈവം മനസ്സലിയുന്നു. അവർക്ക് എന്ത് തിന്നും, എന്ത് കുടിക്കും, എവിടെ എത്തും, ദൈവമേ ഞാൻ ആരുമില്ലാതായി പോയല്ലോ, ഇതൊന്നും ചിന്തിച്ച് കലങ്ങാനുള്ള വ്യവസ്ഥയില്ല. കാരണം അതെല്ലാം അവർ ദൈവത്തെ ഏൽപ്പിച്ചതാണ്. അതെല്ലാം അവർ ദൈവത്തെ ഏൽപ്പിച്ചതും ദൈവം ഏറ്റിട്ടുള്ളതുമാണ്. ഇനി അതിന്മേൽ വിചാരപ്പെടാൻ വ്യവസ്ഥയില്ല. ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കും. ചങ്ങനാശ്ശേരിക്കാരത്തോട് പറഞ്ഞതുപോലെ
നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. ആദ്യം നീ അറിയും, ദൈവമായിട്ടൊരു ബന്ധം വരട്ടെ, ദൈവമായിട്ടൊരു ബന്ധം വരട്ടെ. ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ അത് ദൈവം എത്ര പ്രാവശ്യം വിളിച്ചു, എത്ര പ്രാവശ്യം വിളിച്ചു. ഓടിപ്പോകുന്നത് എങ്ങോട്ടാ? നിന്ന് നിൽക്കുക. ദൈവം നിന്നോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കർത്താവെ അരുളി ചെയ്യണമേ, ഞാൻ കേൾക്കുന്നു എന്ന് പറ. തുടർന്ന് വരുന്നത് സ്വർഗത്തിൽ നിന്ന് സർവശക്തനായ ദൈവത്തിന്റെ ആലോചനയായിരിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുക. ഈ ബന്ധത്തിൽ മുമ്പോട്ട് പോവുകയാണ്. കർത്താവ് അവന് എങ്ങനെ, ഞാൻ അരി മേടിക്കുന്നത് എങ്ങനെയാ, എനിക്ക് ഷർട്ടും പാൻസും, എനിക്ക് ഉടുപ്പൊക്കെ വേണമല്ലോ, ഒരു സാരി വേണമല്ലോ, ഇച്ചിരി പൈസ വേണമല്ലോ, ഇതൊന്നും ചിന്തിക്കാൻ വ്യവസ്ഥയില്ല. കാരണം യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. തന്റെ പ്രിയൻ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. കാലത്ത് എഴുന്നേൽക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, താമസിച്ച് കിടപ്പാൻ പോകുന്നു, എല്ലാം വ്യർത്ഥമാണ്. ഒറ്റ കാര്യം മാത്രം, അവന് പ്രിയനായിരിക്കുക. അവന് പ്രിയനായിരിക്കണമെങ്കിൽ ആരാധന ബുദ്ധിയുള്ളതാകണമെങ്കിൽ അവൻ ആരെന്നും അവൻ എന്ത് ചെയ്തെന്നും അറിയുക. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ അവനെ അറിഞ്ഞ് ആരാധിക്കുന്നവനിൽ ദൈവം മനസ്സലിഞ്ഞാൽ പിന്നെ ഉള്ള അവസ്ഥ എന്താ? ആ അവസ്ഥയാണ് ഹാബേലിന്റെ അവസ്ഥ. ഹാബേൽ ഇവിടെ നിൽക്കുക, ഇവനെ കൊണ്ട് ശല്യാണ്. പിശാചിന് ഏറ്റവും വലിയ ശത്രുതയുള്ള കാര്യമാണ് ദൈവം പ്രസാദിച്ച, ആരാധനയിൽ പ്രസാദിച്ചവർ ഈ ലോകത്തോട് നടക്കുക എന്നുള്ളത്. അതിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുക, എല്ലാവരും ഇരുന്ന് കൂട്ട പ്രാർത്ഥനയാണ്. അതിലൊന്നും അവന് വിരോധമൊന്നുമില്ല. ഇതിനകത്ത് ചിലരുണ്ട് പ്രാർത്ഥനാ ശബ്ദം പുറപ്പെടുവിക്കുന്നവർ. പ്രാർത്ഥനാ ശബ്ദം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൽ മാത്രം നിൽക്കാതെ ആത്മീയ മണ്ഡലത്തിലേക്ക് ശബ്ദം പ്രവേശിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതിന് പല കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു, എന്നാണ് അവൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ അകൃത്യം കരുതാതെ ആത്മാവിൽ പ്രാർത്ഥിക്കുക. രണ്ടാമത്തത്, നിങ്ങൾ ഇച്ഛിക്കുന്നതിലും നിനക്കിതിന് ഉപരിയായി പ്രവർത്തിപ്പാൻ നിങ്ങൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയാൽ കഴിയുന്നവന്. പുത്രത്വം പ്രാപിച്ചവരുണ്ട്, പുത്രത്വത്തിന്റെ വളർച്ച പ്രാപിച്ചു. അവര് ശബ്ദിക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കും. തടുക്കാൻ പറ്റില്ല. കായൻ സംസാരിക്കുന്ന പോലെയല്ല ഹാബേല് സംസാരിക്കുന്നു. ഹാബേല് ദൈവമേ എന്ന് വിളിച്ചാൽ ആ ശബ്ദം ഭൂമിയിൽ മാത്രമല്ല ആത്മീയ മണ്ഡലങ്ങളിൽ മുഴങ്ങും. എതിരെ നിൽക്കാൻ പറ്റില്ല. കാരണം ദൈവം അവനിൽ മനസ്സലിഞ്ഞ് പ്രസാദിച്ചതാണ്. അങ്ങനെ ശത്രു തീരുമാനിച്ച് ഇനി ഇവനെ വെച്ചിട്ടൊരു കാര്യമില്ല. അങ്ങനെ സഹോദരൻ ഹാബേലിനെ കൊന്നു. രക്തമൊഴുകി. വല്ല മാറ്റമുണ്ടോ? കൂടുതൽ പ്രശ്നമായി. പിന്നെ ഹാബേലിന്റെ രക്തം ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇങ്ങനെയുള്ള ഒരുവൻ, ഒരു മനുഷ്യൻ ദൈവം പ്രസാദിച്ച്, ദൈവം മനസ്സലിവ് തോന്നി അവന്റെ രക്തം സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ, ഞാൻ എന്ത് ചെയ്യും കർത്താവേ, നാളെ എനിക്ക് കുറച്ച് പൈസ അടയ്ക്കാനുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യും? ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആത്മീയ മണ്ഡലങ്ങളിൽ ശബ്ദം ചെല്ലുന്നവൻ അനുഭവിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും, അവൻ പോകേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നതും അത് ബാധിക്കുന്നതും സ്വർഗത്തെയാണ്.
അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയെങ്കിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന പോലെ ഇതാ, ദൈവം ഹൃദയത്തെ നോക്കുന്നവൻ. നമ്മുടെ വിചാരങ്ങളെ ശ്രദ്ധിക്കാം, നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കാം, നമ്മുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കാം, നമ്മുടെ അനുഭവങ്ങളെ ശ്രദ്ധിക്കാം. അനുഭവം ഏറ്റവും കൈപ്പുള്ളതായിരിക്കാം. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത്, ബാല്യം മുതൽ അവർ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. കാരണം പ്രതികാരം വെച്ചില്ല. ഇത്രയെല്ലാം കഷ്ടത ഞാൻ അനുഭവിച്ചിട്ടും പ്രതികാരമില്ല. ഞാൻ ആരെയും വിധിക്കുന്നില്ല, ഞാൻ തന്നിഷ്ടം ചെയ്യുന്നില്ല, ഞാൻ ഭാരം ചുമക്കുന്നില്ല, ഞാൻ വിചാരപ്പെടുന്നില്ല. ഇതൊക്കെയും ചെയ്യാന്ന് പറഞ്ഞ ഒരുവനുണ്ട്. അപ്പൊ ഞാൻ ആ സ്ഥാനം എടുത്ത് ഞാൻ ദൈവമാകേണ്ട കാര്യമുണ്ടോ? ഇല്ല. എൻ്റെ ഉത്തരവാദിത്വം എത്രയേ ഉള്ളൂ? പാപത്തെ വിട്ടോടുക. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. ഇങ്ങനെയുള്ളവൻ പരാജയപ്പെട്ടാൽ അതൊന്ന് പറയണം. ഇങ്ങനെയുള്ളവൻ അധപ്പതിച്ചു പോവുകയാണെങ്കിൽ മാറ്റമില്ലാത്ത വചനമാണ് പറയുന്നത്. ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അവനെ കുലുക്കിക്കളയുവാൻ ആർക്കും സാധിക്കില്ല. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ തക്കവണ്ണം ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും.